സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇന്നലെ സാറ് ലീവായിരുന്നു. അതിന് സർ, ഞാൻ ഇന്നലെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റെനോഗ്രാഫറാണ്. അതുകൊണ്ട് ഇന്ന് ലേറ്റ് ആയിട്ട് വരണമെന്നുണ്ടോ? അല്ല സർ, ഞാൻ ലേറ്റ് ആവാൻ കാരണം. See, I don't want to hear any explanations. Don't repeat this. ശരി സർ. ദാ നോക്ക്, നല്ല കിളി പോലത്തെ കുട്ടികളാ. പല പല ബ്രോക്കർമാരിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തതാ. ഇതില് എന്റെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള കേസുകൾ എത്ര ഉണ്ട് അത് പറ. അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. ദാ ഇത് നോക്ക്, എന്തൊരു സൗന്ദര്യം. വല്ല സിനിമാക്കാരും കണ്ട അപ്പ തപ്പിക്കൊണ്ടുപോകും. ശരിയാ, പ്രേതമായിട്ട് അഭിനയിക്കാൻ പറ്റിയ മുഖം. ഇത് നോക്ക്, ഈ കുട്ടിയുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം ഇതിന് നല്ലതുപോലെ കുക്കിംഗ് അറിയാമായിരിക്കുമെന്ന്. ഇത് കണ്ടോ, വയലേലകളുടെ പശ്ചാത്തലത്തിൽ ഒരു ശാലീന സൗന്ദര്യം. വയലേലകളുടെ ശാലീന സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരിദാറിട്ടൊരു കരിങ്കുരങ്ങെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. വിഷ്ണു, അതെ, എന്നെ ഇങ്ങനെ ടൂരിന് മാത്രമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാ നല്ലത്. എടാ, ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ശാലീന സൗന്ദര്യം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറ. അതേ, എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അല്ല, ഈ ശാലീന അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത സ്റ്റെനോ ഇല്ലേ, ലതിക. അതുപോലത്തെ ഒരു ശാലീന, നിഷ്കളങ്ക, ഗ്രാമീണ സൗന്ദര്യം. എക്സാക്ട്ലി. എന്തായി? എല്ലാ വിവരങ്ങളും ഞാൻ ലതികയോട് ചോദിച്ചു. വെരി ഗുഡ്. എന്നിട്ട് ഡ്രൈവിംഗ് മാത്രം അറിയില്ല. അത്രേ ഉള്ളൂ, അത് സാരമില്ല, നമുക്ക് ഈസി ആയിട്ട്. പറയുന്ന മുഴുവൻ കേൾക്ക്. ഡ്രൈവിംഗ് മാത്രം അറിയില്ലായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ സംഗതി അങ്ങനെയല്ല. ലതികയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഹിന്ദി അറിയില്ല, ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല, വെസ്റ്റേൺ ചൈനീസ് കുക്കിങ്ങും അറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടിക്ക് ധൈര്യം എന്ന് പറയുന്നത് 4 അയലത്തൂടി പോയിട്ടില്ല. ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണുവിന് സ്ത്രീധനം ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഈ വിവാഹം ശരിയാക്കിയാൽ അത് മാഷിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒരു സമാധാനമുണ്ട്, ലതികയെ പോലൊരു പെൺകുട്ടിയാണ് സങ്കല്പത്തിലുള്ളത് എന്ന് വിഷ്ണു പറഞ്ഞതിന്റെ അർത്ഥം ആ കുട്ടിയെ അവൻ ഇഷ്ടമായി എന്നാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓക്കെ. ബാക്കി 6 കണ്ടീഷൻസ് അതിപ്പോ കെട്ടിപ്പോയി. ഈ വിവരങ്ങളെല്ലാം